കൊല്ലത്ത് കാർ ഇടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയർ C. പാപ്പച്ചനാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. നിക്ഷേപം തട്ടിയെടുക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറായ സരിതയും കൂട്ടാളികളും ചേർന്ന് കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തെ. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കൊല്ലത്തുനിന്ന് വരുന്നത്. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീകളൊക്കെ തന്നെ ഇത്തരം കേസുകളിൽ പെട്ടുപോകുന്നു എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ല. പറയൂ. തീർച്ചയായും SKN, ഈ വർഷം മെയ് 26-നാണ് ഇത്തരത്തിലൊരു അപകടം ഈ കൊല്ലം ആശ്രമ മൈതാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആശ്രമ മൈതാനത്ത് വെച്ച് ഈ C. പാപ്പച്ചനെ വാഹനം ഇടിച്ച് മരണപ്പെട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് ഈ വാഹനം ഓടിച്ച ആളെ പരിശോധിച്ചപ്പോൾ മദ്യപിച്ച ലഹരിയിലായിരുന്നു. തുടർന്ന് ഈ കേസിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു രഹസ്യാന്വേഷണമാണ് നടത്തിയത്. ഈ രഹസ്യാന്വേഷണം നടത്തിയ ഘട്ടത്തിലാണ് പാപ്പച്ചൻ BSNL നിന്ന് റിട്ടയർഡ് ചെയ്ത സമയത്ത് 80 ലക്ഷം രൂപ ഈ മുത്തൂറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നു എന്ന് കണ്ടെത്തിയത്. ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പൊടുന്നനെ 40 ലക്ഷം രൂപ ലോൺ എടുത്തതായും കാണുന്നുണ്ട്. പക്ഷേ പാപ്പച്ചൻ ലോൺ എടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് ബന്ധുക്കൾ തന്നെ പോലീസിനോട് വ്യക്തമാക്കിയതോടെയാണ് പോലീസ് ഇക്കാര്യത്തിലൊരു വേഗത്തിൽ അന്വേഷണത്തിലേക്ക് പോയത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഈ ബാങ്കിൽ തന്നെ ജീവനക്കാരിയും അസിസ്റ്റന്റ് മാനേജർ കൂടിയായിരുന്ന സരിത ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആക്കുന്നത്. ഈ 40 ലക്ഷം രൂപ സരിത തട്ടിയെടുത്തു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയത്. ഒടുവിൽ സരിതയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇത് കൊട്ടേഷനാണ് എന്നുള്ള വെളിപ്പെടുത്തലടക്കം പിന്നീട് പോലീസിന് ലഭിക്കുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: സരിത 40 ലക്ഷം രൂപ ലോൺ മുഖാന്തരം ഈ പാപ്പച്ചനിൽ നിന്ന് തട്ടിയെടുത്തു. ഇത് പാപ്പച്ചൻ ചോദ്യം ചെയ്തതോടെ മുത്തൂറ്റ് ഒരു ഓഡിറ്റ് നടത്തി. ഈ ഓഡിറ്റിൽ പാപ്പച്ചന് ലഭ്യമാകേണ്ട തുക തിരിച്ചടയ്ക്കാൻ സരിതയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ സരിത ഇത് ചെയ്തത് ഈ പാപ്പച്ചനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു സരിതയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന് സരിത 18 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകി. വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ഈ ക്രിമിനൽ കേസിലെ പ്രതിയായ അനിമോനാണ് കൊട്ടേഷൻ നൽകിയത്. തുടർന്ന് ഇവർ മറ്റൊരു സിം എടുത്തുകൊണ്ട് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഒടുവിൽ വളരെ മനോഹരമായി മെയ് 26-ന് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ അവർക്കവിടെ തെറ്റിപ്പോയത് ഈ പണം നേരത്തെ മുൻപുണ്ടായിരുന്ന ഒരു ധന ഇടപാടുമായി ബന്ധപ്പെട്ട ചില ആശയ പ്രശ്നങ്ങളാണ്. ആ വിഷയങ്ങളാണ് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട ലീഡായതും കൊല്ലം ഈസ്റ്റ് പോലീസ് അത് വേഗത്തിൽ തന്നെ അന്വേഷിച്ചപ്പോൾ പ്രതികളെ കണ്ടെത്തുകയും ചെയ്തത്. 5 പ്രതികളെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചിട്ടുണ്ട്. കൊല്ലം ഈസ്റ്റ് പോലീസ് ഇക്കാര്യത്തിൽ എടുത്ത ജാഗ്രത നമുക്ക് വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. കാരണം ACP ഷെരീഫിന്റെ നേതൃത്വമുള്ള പ്രത്യേക സംഘം ഇതിനോടകം തന്നെ 100ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാഹനം ഇടിച്ചതിന് ശേഷം പ്രതികൾ നടത്തിയത് നാടകമാണ് എന്ന് കൂടി പോലീസ് മനസ്സിലാക്കി. മദ്യപിച്ച ലഹരിയിലായിരുന്നു, അതുകൊണ്ട് അശ്രദ്ധമായി വാഹനം തട്ടുകയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതായി അടക്കം പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഒടുവിൽ ഇപ്പോൾ പ്രതികളിലേക്ക് എത്തുമ്പോൾ പോലീസ് പറയുന്നത് വളരെ നാൾ നീണ്ട ഒരു ആസൂത്രണത്തിനൊടുവിലാണ് പാപ്പച്ചനെ കൊലപ്പെടുത്തിയത് ഈ പ്രതികൾ എന്നുള്ളതാണ്. എന്തായാലും പ്രതികൾ ഇപ്പോൾ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. SKN.